എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഇതാണ് ഗ്രാസ് ഹോപ്പേഴ്സിന്റെ 7th ഹെവൻ റിസോർട്ട്. നമ്മളെ ഷൂട്ട് ഇന്ന് ഇവിടെ വെച്ചാണ് പൊളിക്കാൻ പോണത്. പ്ലെയർ ടു വിന്നിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നന്മയെ കുറിച്ച് സംസാരിച്ചാലേ? നമുക്ക് ഒട്ടും ഇല്ലാത്ത കാര്യം. നന്മ മരങ്ങളായ നിമിഷങ്ങൾ. ഏറ്റവും കൂടുതൽ നല്ല മനസ്സുള്ള ഗായത്രിയാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്മ ചെയ്യാനുള്ള ആ ഒരു പളുങ്ക് മനസ്സ് അല്ലേ? പനിനീർ പുഷ്പം. പൈസ പറ, നീ ചെയ്ത നന്മ. ഒരുപാട് കുരുത്തരും ഓർമ്മയുണ്ട്. അതാകുമ്പോ ഫോനെ കാണുമല്ലേ? അല്ല, ഞാൻ വീട്ടിൽ ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. കുളിക്കും. ഇല്ല, എനിക്ക് ഒരു പെറ്റുണ്ട്, കിക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവള് ചിലപ്പം ചില സമയത്ത് ഈ അകത്ത് ചിലപ്പം അല്ല മൂത്രം ഒഴിച്ചൊക്കെ വെക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ സാധനം അമ്മേനെ കൊണ്ട് കാണിക്കും. സാധാരണ എനിക്കങ്ങ് അല്ല അതായത് ഇവള് വെച്ചിട്ട് പോവും. അമ്മേനെ കൊണ്ട് കാണിക്കും. അമ്മ ഇത് കണ്ട ഇത് ഇവിടെ ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയി പറയും. അല്ല, എന്നിട്ട് അമ്മയെ കൊണ്ട് കാണിക്കും. അപ്പൊ അമ്മ ഇവളെ എടുത്തിട്ട് അടിക്കും. അപ്പൊ ഞാൻ അയ്യോ അടിക്കല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അപ്പൊ ഇവള് എന്റെ അടുത്ത് ഓടി വരും. അല്ല, എന്നിട്ട് ഇവള് എന്റെ അടുത്ത് ഓടി വരും. ഇവള് വിചാരിക്കണം അയ്യോ ഞാൻ ഇവളെ സേവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അയ്യോ മോളെ പോട്ട് എന്നൊക്കെ പറഞ്ഞ് പറയും. എന്നിട്ട് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വിടും. അപ്പൊ അമ്മ 2 അടിയും കൂടെ കൊടുക്കും. എന്നിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടിടും. കുറച്ച് ശേഷം ഞാൻ എടുത്തോണ്ട് വന്ന് കൊഞ്ചിക്കും. അപ്പൊ ഇവള് വിചാരിക്കണം എന്തോ അവള് ഞാൻ എന്തോ അവള് ഭയങ്കര പിന്നെ അവളെ ബോൾ എടുത്ത് മാറ്റി വെക്കുമ്പോ അവളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന കാണുമ്പോ ഒരു മനസ്സുഖം. ഇതൊക്കെയാണ് എന്റെ ഒരു അവളിങ്ങനെ ടെൻഷൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ചവിട്ടി ഇങ്ങനെ ചെറിയ ചെറിയ ആനന്ദങ്ങളെ എന്റെ ഒരു ഹോബി. വേറൊരു നന്മക്കഥയുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ ആ കൂട്ടുകാരന് ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ അവന്റെ പെണ്ണിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവൻ പറയാം എന്റെ കൂടെ വരുവോടി, എന്റെ കയ്യിൽ ഇത്ര രൂപ 400 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഞാൻ വരാടാ, എടി നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു ആടാ ഞാൻ കൂടെ വരാം. എന്നിട്ട് ഞാൻ കൂടെ പോയി കേക്ക് കൂടെ പോയി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചാൽ പറഞ്ഞ ഈ പൈസക്ക് ഇതാണ് നല്ലത്. അപ്പൊ പറഞ്ഞു എടുക്കോളാം. ഞാൻ പറഞ്ഞു എടാ നല്ലതായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് അപ്പം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പൊതിഞ്ഞു കൊടുക്കണ്ടേ, പല പല ഇതായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മയുടെ പാവ തള്ള വാങ്ങിച്ചു വെച്ച നല്ലൊരു വാച്ച് പെട്ടി എടുത്ത് മാറ്റി വാച്ച് പെട്ടിയൊക്കെ വെച്ച് അതിനകത്ത് കുറെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പൊതിഞ്ഞ് കൊണ്ടുകൊടുത്ത് മുട്ടായി ഒക്കെ ഇട്ട് പൊതിഞ്ഞ് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പൊതിഞ്ഞ് കൊണ്ടുകൊടു. ഞാൻ പറഞ്ഞടാ കൊണ്ടുകൊടു, സന്തോഷാവോടാ വെക്കെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് അവളവനെ തേച്ച് അവൾ ഇതേ കണക്ക് കുറേ പലരെയൊന്നും വാങ്ങിച്ച് ആ കൂട്ടുകാരനിപ്പോ എൻ്റെ അടുത്തുണ്ട്. നമ്മളോടൊരു പയ്യൻ നന്മ കാണിച്ച് പണി കിട്ടിയായിരുന്നു. അതായത് ഒരുത്തൻ ഗൾഫിൽ നിന്നു, അനിയും പയ്യൻ നമ്മളെ ഫ്രണ്ട് തന്നെ. അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവനെന്തോ ഡൽഹിയിൽ നിന്ന് എന്തോ എമൗണ്ട് വരേണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ആരെങ്കിലും ഇത്തിരി ഗൂഗിൾ പേ തരുമെന്ന് ചോദിച്ചു, മറ്റേ UPI ID. അപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിന്നിട്ട് ഇക്ക ഞാൻ തരാമെന്നും പറഞ്ഞ് UPI ID കൊടുത്തു. ഞാൻ എത്ര 4000 രൂപയും കണ്ടു വന്നു. അത് അപ്പോഴേ അവനെ അയച്ചു കൊടുത്തു. ഇതെന്തോ ഫ്രോജർ ചെയ്ത പൈസ ആയിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ ഒറ്റയടിക്ക് -20,000 SBI അക്കൗണ്ട് കട്ടായി പോയി. ഇനി മറ്റേ സെൻട്രൽ ഇന്റലിജൻസോ അവരങ്ങനെ എന്തോ വന്നിട്ട് ഇത് ഇവ ഈ കേസിൽ ഇല്ലാതെ കണ്ടാലേ അവൻ ഇനി SBI ഒരു അക്കൗണ്ട് പോലും എടുക്കാൻ പറ്റും. ആകെ പണിയിട്ടിരിക്കുന്നു. എനിക്ക് നന്മയില്ല ഒരു കുഴിത്തിരിയും പണ്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആലുവയിൽ നിൽക്കുക, ഒരു ഷൂട്ടും കാര്യമായിട്ട് നിൽക്കുകയായിരുന്നു, ഒരു ഫ്ലാറ്റിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ കറക്റ്റ് ഫുഡും ഉണ്ട്, എല്ലാം കുഴപ്പമില്ല, സുഖമായിട്ട് നിൽക്കുന്നു. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല. അപ്പം അവിടെ എല്ലാ ചിലവുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വിളിച്ച്
ഇവിടെ തന്നെ ഉള്ള ഒരാളാണ്. അയാളൊരു ഫേമസ് കൂട്ടുകാരൻ കൂടെ എന്നെ വിളിച്ചു. അപ്പം ആലുവെന്ന് ഞാൻ അങ്ങ് എറണാകുളം അവിടെ ലുലുവിൻ്റെ അവിടെ പോയി. എന്നെ വിളിച്ചു. ഫുഡ് ഞാൻ അവൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചിട്ട് വന്നത് നീ വാടാന്ന് പറഞ്ഞ് വിളിച്ച്. എൻ്റെ കയ്യിലൊരു പൈസയില്ല, ഈ പോണ പൈസയേ ഉള്ളൂ. വിളിച്ചിട്ട് വന്നിട്ട് നോക്കിയപ്പം ഇവർ ഓൾറെഡി ഫുഡ് കഴിച്ച്. അപ്പൊ വിളിച്ച ആള് അപ്പൊ എനിക്ക് വിശക്കുകയും ചെയ്തു. എൻ്റെ പൈസ ഇല്ല. അപ്പൊ എന്നിട്ട് അപ്പൊ പെട്ടെന്ന് നീ കഴിച്ചില്ലല്ലേ? അയ്യോ മറന്നുപോയി. എന്നിട്ട് അവിടെ പോയി ഒരു വട, ഓഞ്ഞൊരു വട, ഒരു വട ലുലുന്നൊരു വട എന്ന് പറഞ്ഞാൽ 50 രൂപ. ആ വട അവര് വേണ്ട. എന്നിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എടാ നമുക്ക് സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. എൻ്റെ എനിക്കങ്ങ് വിശക്കുന്ന അവിടുത്തെ ഫുഡ് കറക്റ്റ് കഴിയും. അങ്ങനെ വിഷമിച്ച് എനിക്കിങ്ങനെ പിടിച്ച് ഇടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു വെച്ചാൽ വിളിച്ചും വരുത്തിയിട്ട് ഫുഡും മേടിച്ച് തരാതെ മുങ്ങിക്കളഞ്ഞ്. അങ്ങനെ വിളിച്ചപ്പോൾ കൂടെ അങ്ങ് പോയി. എന്നിട്ട് കോമഡി എത്രയോ ഇവ ഇരുന്ന് പ്രാവി ഏതോ ഒരു പാവപ്പെട്ടവരുടെ 300 രൂപ താഴെ എനിക്കങ്ങ് വിഷം. ദൈവത്തിനെ വിളിച്ച് ദൈവമേ അപ്പൊ ഇരുന്ന് പ്രാവി ദൈവമേ 300 രൂപ എന്തെങ്കിലും ലുലുവിടെ ഇരിക്കുന്നു. യൂസഫലിയുടെ പൈസ ഇട്ടാന്ന ബാക്കി പറയുന്നേക്ക്. അപ്പൊ ഞാൻ അവിടെ പാട്ട് കേട്ടിങ്ങനെ ഇങ്ങനെയുള്ള ദേഷ്യത്തിങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കോൾ വന്നു. അപ്പം അവിടെ പരിപാടി എന്താ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കേൾക്കാൻ വയ്യാതെ വേറൊരു സീറ്റിൽ പോയിരുന്നു. സീറ്റിൽ പോയിരുന്നിട്ട് ആ കോള് കട്ടായിട്ട് ഇങ്ങനെ താഴെ വയ്ക്കുമ്പോൾ ഒരു 300 രൂപ അടുപ്പിച്ച് കിടക്കുന്നു. 300. അപ്പം ഞാൻ എടുത്തിട്ട് കുറച്ച് നേരം നിന്ന് ആയി വന്ന് ചോദിക്കുന്ന ഇല്ലേന്ന്. അത് ബില്ലടക്കാൻ പൈസ വെച്ചതാണ്, അതെടുത്തോട്ട് പോയി. അപ്പം എന്നിട്ട് കുറച്ച് നോക്കി കണ്ടില്ല. ഞാൻ പൈസ താഴെ വീണാലോ എന്ന് വിചാരിച്ചു കുറച്ചേരം നോക്കിയപ്പോ കണ്ടില്ലെന്ന്. ഫുഡ് കഴിച്ചോണ്ടിരുന്നിട്ട് ഇല്ല, ഞാൻ ലുലുന്ന് കഴിച്ചില്ല, ഞാൻ വെളിപ്പ് കഴിച്ചു. ലുലുന്ന് പൊക്കൂലേ? 6 രൂപ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ച്. എനിക്ക് പിന്നെ അങ്ങനെ വിളിച്ച് ഞാൻ പോയിട്ടില്ല. പിന്നെ നീ വന്നല്ലോ കൊച്ചിയില്. ഇവൻ വരും എപ്പോഴും ഞാൻ ചുമ്മാ എനിക്കെന്തൊരു നന്മ, ഒരു നന്മ ഉണ്ട്. ഞാൻ ഒരിക്കലും എന്നെ നോക്കി എന്റെ കഥ, നിന്റെ അതല്ല ഇത് എന്റെ കഥ തന്നെ. ഒരു പെട്രോൾ പമ്പിലോട്ട് പോയപ്പോഴത്തേക്കും ഒരു പാവപ്പെട്ടൊരു കളവൻ വന്നിട്ട് എന്റെ പൈസ ആള് ലോട്ടറി വയ്ക്കുന്ന ആള്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ലോട്ടറി കൊണ്ടുവന്നിട്ട് മോനെ 30 രൂപ ലോട്ടറിയാണ്, 2 ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പാവല്ലേ ലോട്ടറിയല്ലേ എടുത്താൽ എനിക്ക് അടിക്ക് പൈസ അടിച്ചാലും കിട്ടും. അങ്ങനെ 60 രൂപ എടുത്ത് 2 ലോട്ടറി എടുത്ത് വീട്ടിൽ കൊണ്ട് അടുത്ത ദിവസം നോക്കിയപ്പോൾ അത് 3 ദിവസം മുമ്പുള്ള ലോട്ടറി. അത്രയും കരഞ്ഞ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ 3 ദിവസം മുമ്പ് കഴിഞ്ഞ ലോട്ടറി എടുത്തു. ലോട്ടറി എടുക്കാൻ അങ്ങേരെ ദയനീയത കണ്ടി എടുത്തതാണ്. അതിനുശേഷം പിന്നെ നന്മ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ലോട്ടറി എടുത്തില്ല, എനിക്ക് വെറുതെ അങ്ങനെ ലോട്ടറിക്ക് ഈ കാട്ടിന്റെ അവിടെ പോയി അവിടെ പോയി എടുത്തിട്ട് വരുന്നത്. ഇന്നലെ KFC അടിക്കാൻ പോയതാണ് എന്റെ വിചാരം. അതിന് മുമ്പ് നമുക്ക് ഗെയിമിലോട്ട് കിടന്നാലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ കപ്പിത്താൻ ഗെയിം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ഗെയിമാണ്. നമ്മളൊരു ഓർമ്മശക്തി വെച്ചുള്ള ഒരു ഗെയിമാണിത്. അതെ അതെ അതെ. അവിടെ ഒരു ബോർഡ് കാണും. ആ ബോർഡിന്റെ അകത്ത് പലതരം സിഗ്നൽസ് അല്ല സിമ്പിൾസ് കാണും. അതെ. ഓൺലി ടൈം ഒരാൾ പോയി നോക്കണം. അത് നമ്മൾ ആ ബോർഡ് ഉണ്ടാവും, അതിൽ പോയി വരയ്ക്കണം. അത് നോക്കി വരയ്ക്കുക പോവുക, നോക്കി വരയ്ക്കുക പോവുക. ഇത്ര ടൈമിനുള്ളിൽ അത് ഫുള്ള് വരച്ച് കറക്റ്റ് ആയിട്ട് വരച്ചിരുന്ന ആരാണോ അവർ ജയിക്കും. ഏറ്റവും സമയത്ത് ഫുള്ള് വരച്ചിരുന്ന കുറഞ്ഞ സമയത്ത് ഫുള്ള് എത്ര പ്രാവശ്യം വേണോ നോക്കാം, പോയി നോക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഒറ്റോട്ടത്തിന് ഫുള്ള് കണ്ടുപിടിച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ? അല്ലാതെ ഇത് ഓർമ്മശക്തി എന്ന് പറയുമ്പോ ഏറ്റവും കുറച്ച് നോക്കുന്നതല്ലേ? അങ്ങനെയല്ല, ഏറ്റവും കുറഞ്ഞ സമയത്തില് ചർച്ചകളാവാം, നല്ലതാ. അപ്പോ ഞാൻ ഓരോ ആൾക്കാരെ വിളിക്കും. അപ്പൊ അവര് ഓരോരുത്തരായി പോയി നോക്കി അല്ല ഇവനാണ് പോകേണ്ടതാണ് നമ്മളെ തീരുമാനം. നമ്മള് തീരുമാനിച്ചിരുന്നു. എനിക്ക് വേണ്ടി നടന്നു പോകുന്നു. ഞാനിവിടെ ചോറില്ല. മൂത്ത ഒരാൾ പറഞ്ഞല്ലേ രണ്ടാമതൊക്കെ ഇവരുടെ പോട്ടെ. മൂന്നാമത് സെലക്ഷൻ ഞാൻ ജയിച്ചു. നാലാമത് ഞാൻ, അഞ്ചാമത് ഗായത്രി. അവളെപ്പോഴും ലാസ്റ്റ് ആക്കുന്നത് അപ്പൊ പരിപാടി തുടങ്ങാം. 1 2 3 4 5. ഓക്കെ.
അപ്പൊ തുടങ്ങിയോ? ഓടിക്കോ. കമോൺ അനന്തൻ. പെട്ട് ആദ്യം വീട്. മറന്ന്. വീട് രാജുവിന്റെ വീട്. ലോക്ക്. കറക്റ്റ് സാരം. വളരെ കറക്റ്റ്. ഇനി വായിക്കാൻ പറ്റൂല. ഓ പെർഫെക്റ്റ്. ഓക്കെ പെർഫെക്റ്റ്. ലോക്കാണെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട്. ഇനി അത് വരയ്ക്കാൻ പറ്റൂല. 20 അല്ലടാ 42. അയ്യവാ അത് തെറ്റ്. ആ 4 അങ്ങനെ അല്ലായിരുന്നു. അത് കുഴപ്പമില്ല. മൈക്ക് നോക്കി വരക്കണേ. അപ്പൊ ആനന്ദിന്റെ ചാൻസ് കഴിഞ്ഞിരിക്കുന്നു. 2 എണ്ണം തെറ്റി. നെക്സ്റ്റ് അപ്പൊ തുടങ്ങാം. ചെറിയ ടെസ്റ്റ് ഉണ്ട്. നേരത്തെ വരച്ച പടമില്ല, പുതിയ പടാ. അത്ര വേണ്ട പോ. നിങ്ങളെ കൊണ്ടേ പറ്റൂ. ഇത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ടീഷർട്ട് പേര് എവിടെ മണ്ടനം. കിടില സാരം. വാ ഫോട്ടോ എത്ര 60 ഡിഗ്രി എണ്ണ എല്ലാം വരച്ച് ചെയ്യുന്നത്. അയ്യോ അത് വെട്ട്. ഇത് സോവിയറ്റ് യൂണിയന്റെ ചിഹ്നം. അത് തന്നെ. അടുത്തത് എന്നടാ പണി വെച്ചിരിക്കേ. പറ്റൂ. ഇത് കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ കറക്കാണോ? വാ കേണാൻ പോണാണെങ്കിൽ ശരിയാണ്. അതാ പ്രായത്തിന്റെ മെച്ചൂരിറ്റി. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ കേളാവായി. അതെ. അപ്പൊ കൊള്ളായിരുന്നു, നല്ല കളിയായിരുന്നു. അപ്പൊ തുടങ്ങാം. വിരണം കിടിലായിട്ട് ചെയ്ത്, ഓക്കെ പെട്ടെന്ന് ചെയ്ത്. ഓക്കെ നമുക്കപ്പോ തുടങ്ങിയാലോ? ഞാൻ ഈ കാൽ വെച്ച് അങ്ങ് എത്തുന്ന സമയമുള്ളൂ. നോക്കുന്നേക്ക് ഒറ്റപ്പാറവായി. കയ്യൊത്തി കടക്കി. കിളിയൊക്കെ ചിരിക്കുന്നു. ഐക്കിളിക്ക് ചിരി എടുത്തോട്. അപ്പൊ തുടങ്ങാം. റെഡി ഓക്കെ സ്റ്റാർട്ട്. ഒറ്റ പ്രാവശ്യം. ഫോട്ടോ ജനിക് അല്ല അങ്ങനെ കറക്റ്റ്. ഇനി വരേണ്ടി വരൂല. തെറ്റിയ ഓ അത് ഓണം. അയ്യോ കൈ പോയി. സത്യം. എന്തിനാണ് ഇലിമിനേറ്റി എന്നൊക്കെ പറയുന്നത് എനിക്കറിയാം. എല്ലാം ശരിയാ. റെഡിയല്ലേ? കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റും. എനിക്ക് തോന്നില്ല. ഒന്നൊന്നും എത്ര? 6. ആ പൊക്കോ. പറ്റും. വേഗം പോയ നേരത്തെ കണ്ട അതുപോലെ തന്നെ ഇല്ലേ? അതെ. എന്തൊരു എസ് ആണ് 5 ഡാ ആണ്. Oh my god. Oh, he's a winner. എല്ലാം ശരിയാണോ? ഏതൊക്കെ? രണ്ടും സ്റ്റാർ തിരിഞ്ഞു. ഇത് തെറ്റ്. ആ സ്റ്റാറും തെറ്റി. തിരിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ 2 എണ്ണം തെറ്റിപ്പോയി ഗായ്സ്. അപ്പൊ അടുത്ത ആരാണ്? ഗായത്രി. അപ്പൊ പൊക്കോ. ഇത് നോക്കാനുള്ള സമയമൊക്കെ വേണ്ടേ? തെറ്റി. ആദ്യം തന്നെ തെറ്റി. പോടാ. അത് കുഴപ്പമില്ല. ഇല്ല തെറ്റിയൊന്നുമില്ല. നോക്കില്ല. അതിലാവല്ലേ അവർക്ക് ആർക്കത്ത് കൂടെ ഇല്ല ആദ്യത്തെ തെറ്റ്. ഇതില് മൂക്കൊന്നുമില്ല. മൂക്ക് കുഴപ്പമില്ല. അനന്തന് അങ്ങനെ അത് തെറ്റ്. ഇത് മൂക്കൊണ്ട? മൂക്കില്ല. തെറ്റ്. അനന്തന് അങ്ങനെ മൂക്ക് മൂക്കിന്റെ കാര്യം ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന്. ഉള്ളല്ലേ വരയ്ക്കാനുള്ളത്. ഇനിയെല്ലാം ശരി തന്നെ. ഇതെല്ലാം ശരി തന്നെ. അപ്പൊ ഗായത്രിക്ക് 2 എണ്ണം ശരിയായിരിക്കുകയാണ്. 2 എണ്ണം തെറ്റിപ്പോയിരിക്കുന്നു.
അപ്പൊ ഈ കപ്പിത്താൻ ഗെയിമിൽ ആരാണ് ജയിച്ചെന്ന് അറിയാമോ? സെലക്ട് ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലായി, അവനല്ലേ നേരത്തെ കളിച്ചെടുത്തത്. എങ്കിൽ അവിടെയാണ് ടെസ്റ്റ്. അവൻ തന്നെ. അതെ 39 സെക്കൻഡ് ഒരു സെക്കൻഡില് അല്ല തന്നെ അല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒറ്റ സെക്കൻഡിൽ വ്യത്യാസം വരും. 41 2 സെക്കൻഡ് അല്ല 40 മാറ്റിച്ചേ. അപ്പൊ ഇത്തവണത്തെ കപ്പിത്താൻ നിസ്സാരമായ 1 സെക്കൻഡ് എനിക്ക് തോപ്പിക്കാൻ. അല്ല എനിക്ക് നേരത്തെ കൈയുടെ ബാക്കിലൊക്കെ എഴുതിയിട്ടത് കണ്ടോണ്ടിരുന്നു നമ്മള്. മെമ്മറിയുടെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര. അപ്പൊ കപ്പിത്താൻ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇതാണെന്ന് പറയുമ്പം അടുത്ത നല്ലൊരു ചലഞ്ച് ഗെയിമായിട്ട് ഞാൻ വരും. അപ്പോ എന്റെ അടുത്ത കപ്പിത്താൻ ഗെയിമിന് ഞാൻ ജയിച്ചില്ലേ, അതിന്റെ ചലഞ്ച് ഗെയിമാണ്. സംഭവമൊന്നുമില്ല, അതാ ഇവിടെ കുറെ കളർ അടിക്കുക ചെയ്യുന്നുണ്ട്. പല പല കളർ, പച്ച, ചുവപ്പ്, നീല, ഓറഞ്ച്, ഏതാ കളർ? ഇപ്പൊ ഉദാഹരണം നിങ്ങൾ രണ്ടോ ടീം എന്ന് വിചാരിച്ചോ. ഞാൻ ബേക്കിൽ നിന്ന് ഒരു കളർ പൊക്കി കാണിക്കും, പിന്നെ ചുവപ്പാണ് പൊക്കി കാണിക്കുന്ന വിചാരിച്ചോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ശേഷം, അതായത് എപ്പോഴാണോ നിങ്ങൾ ചെയ്തോ, ഞാൻ പൊക്കി കാണിക്കുമ്പോൾ തന്നെ ചെയ്തോ. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒരു കളർ പൊക്കി കാണിക്കും. അപ്പൊ നിങ്ങൾ ഒരു കളർ ഗസ്റ്റ് ചെയ്ത് ഇപ്പൊ നീലേ വെക്കണം. ഇപ്പൊ ഗായത്രി ചോപ്പിൽ വെച്ചു. ഇപ്പൊ ഞാൻ പൊക്കി കാണിക്കുന്ന ചോപ്പാണെങ്കിൽ ഗായത്രി വിജയിച്ചു. 5 ചാൻസ്. തോക്കുന്ന അനന്തരം ഞാൻ പിടിച്ചു ഒരേ കളർ വെക്കാൻ പറ്റുമോ? ഒരേ കളറിലാണെങ്കിലും വെക്കാം. അപ്പൊ ഗെയിം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം അനന്തനും എബിനും. അപ്പൊ റെഡിയല്ലേ? പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പൊക്കി കാണിക്കോ ഫൗള് കാണിക്കും, സ്പോട്ടിൽ പിടിച്ച് പൊക്കും. സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കണേ, അവരെയും പിടിച്ച് പൊക്കും. വെറുതെ സൈഡിൽ നിന്ന് പണി പിടിക്കും. റെഡിയാണോ? ഞാൻ കാണിക്കാൻ പോയാണ്. റെഡി വെച്ചോ. ഞാൻ കാണിച്ച കളർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റില്ല? ഇല്ലേ? പിന്നെ നിന്നെ അവിടെ വെച്ചത് പച്ച. അങ്ങനെ മൂക്കും പൊത്തിക്കോ, കണ്ണും പൊത്തിക്കോ, ബാക്കിലോട്ട് നിന്ന്. റെഡിയല്ലേ? ആദ്യത്തെ റൗണ്ടിൽ എബിൻ ജയിച്ചിരിക്കുന്നു. അനന്തന് 0 പോയിന്റ്, എബിന് 1 പോയിന്റ്. ഓക്കെ റെഡി, 1 2 3 പൊക്കോ. ഞാൻ വീണ്ടും പച്ചനെ മനസ്സിലായില്ല. മുക്കിക്കോ. സത്യം പച്ചനെ കാണിച്ചത്. എബിൻ വിജയിച്ച്. മൂന്നാമത്തെ കാണിക്കട്ടെ. ഓക്കെ വെച്ചോ. എടാ മണ്ട, ഞാൻ ഇവിടെ നിന്ന് മനഃപൂർവ്വം മജന്ത വെച്ചിട്ട് പോയതാണ് മണ്ടയില്. ഞാൻ വെച്ചത് നീല. ഇത് ജയിച്ച നിങ്ങള് വെച്ചോ. ഞാൻ കാണിച്ച കളറേന്നറിയാവോ? പച്ച. എടാ ഞാൻ ജയിച്ചില്ല, ഇനി പോണോ? പക്ഷെ നീ 2 തവണയല്ലേ മാവി മുങ്ങിയുള്ളൂ, അവൻ 3 തവണ മുങ്ങിയില്ലേ? ചിലപ്പോ നിനക്ക് അവന് ജയിച്ചിട്ട് ഒരുപാട് നിനക്ക് മുങ്ങാനുള്ള അവസരം കിട്ടിയാലോ? അവന്റെ ആത്മാവിന് സന്തോഷമാവില്ലേ? അല്ലേ? എന്താ അത് ഞാൻ ഒന്നുകൂടെ പോവാ. വെച്ചോ. ഈ റൗണ്ടില് എബിൻ ജയിച്ചു, അനന്തം തോറ്റു. ഇനി അത് റെഡി അല്ലേ? തുടങ്ങാം. 2 കപ്പ് കഴിയുണ്ടോ? ഓക്കെ വെച്ചോ. അതെന്താ വെറുതെ നിന്ന് ഒന്നുകൂടെ മുക്ക് മേടിക്കരുത്. വെച്ചോ. നീയാണെന്ന് അയ്യോ അത് അങ്ങനെ വാ മോനെ. ഓക്കെ അടുത്ത റൗണ്ട് പോവാം. ഗ്ലാസ് കയ്യിലെടുത്തോ. ഓക്കെ റെഡി വെച്ചോ.
അഭിയുടെ നീലായിരുന്നു. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത റൗണ്ട് പോവാം. ഏയ് ഏയ് ഇപ്പൊ എന്തൊരു കളി ഇതല്ലേ? ഇപ്പൊ എത്രയായി? എനിക്കൊന്ന്. നിനക്കൊന്ന് 0 മൊത്തം 3 റൗണ്ടായില്ലേ? ഓക്കെ ആനന്ദം പറഞ്ഞു കൊടുക്ക, ഞാൻ കേട്ടു. തന്നെ ആനന്ദം പറഞ്ഞു കൊടുക്ക്. ഓക്കെ റെഡി. അപ്പൊ അടുത്ത കളറ് വെച്ചോ. ബുദ്ധിമാന്മാരെ ചോപ്പായിരുന്നു. ഓക്കെ റെഡി. വെച്ചോ. അതുകൊണ്ട് താഴെ താഴത്തില്ലേ? താഴട്ടെ അങ്ങോട്ട്. അപ്പോ ഫൈനൽ റൗണ്ട്. ഫൈനൽ റൗണ്ടിൽ പോവാം. ഓക്കെ വെച്ചോ. അപ്പാരെ കണ്ണേന്ന് കേട്ടോ. താടി പറ്റിയില്ലേ? ഓക്കെ റെഡി. അടുത്ത റൗണ്ട്. കാണാൻ പറ്റില്ല ഒന്നും. കണ്ണാടിയൊക്കെ ബ്ലാങ്ക് വരും. വെച്ചോ. ഇവ കാണുന്ന അവന്റെ കണ്ണ് ഇവിടെ ഇരിക്കുന്നു തോന്നുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സത്യം, ഞാൻ ചെയ്യുന്നതെല്ലാം. ഒന്നും ആവുന്നില്ല താടിയില്. അടുത്ത റൗണ്ട് വരുമല്ലോ. വീണ്ടും തോക്കും മനസ്സിലായില്ലേ? അനന്തനം മാറ്റി നിർത്തിയ ഓക്കെ. അനന്തരം നോക്കിയതേ ഉള്ളൂ, രണ്ടുപേരും തോറ്റു. കണ്ട വെച്ചത് ചോപ്പ് അറിയേണ്ടതുണ്ട്. അത് കള്ളക്കളിയുടെ താണ്ടി. ഓക്കെ. 4 റൗണ്ട് ആയില്ലേ? ഞാൻ തോറ്റല്ലോ, ഇനി പോട്ടെ. ലാസ്റ്റ് റൗണ്ട് ഇല്ല, നിങ്ങൾക്ക് വേണ്ടേ? കളിക്കണ്ടേ? വേണം വേണം വേണം. അപ്പൊ ലാസ്റ്റ് റൗണ്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾ വിചാരിക്കട്ടെ. മോന്തേക്ക് ഞാൻ. ഓക്കെ ലാസ്റ്റ് റൗണ്ട് വെച്ചോ. അപ്പോ വാശിയേറിയ മാവ് തെറ്റി മത്സരത്തിൽ അദ്ദേഹത്തെ അപ്പം ഡെയർ ടു വിന്നിന്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.